ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്സ് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നിട്ടും 1 ടേബിൾ സ്പൂണോളം മൈദ മാറ്റിയിട്ട് നമുക്ക് അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അല്പം ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ച ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സൈഡിലും എല്ലാം ബട്ടർ പേപ്പർ കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ സ്പഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നിലേക്ക് എഗ്ഗ് വൈറ്റും ഒന്നിലേക്ക് എഗ്ഗ് യോക്കും മാറ്റുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് വൈറ്റിൽ ഒട്ടും തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ വീഴാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒട്ടും തന്നെ മഞ്ഞയുടെ അംശം വീഴാതെ നമുക്ക് എഗ്ഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റാണ് ഫസ്റ്റ് ബീറ്റ് ചെയ്യണത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമായിട്ട് എടുക്കണം. നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ പോലെ തന്നെ ആക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് എഗ്ഗ് വൈറ്റ് തന്നെ നമ്മൾ ബീറ്റ് ചെയ്യണം. നമ്മുടെ ബ്ലേഡിൽ എഗ്ഗ് യോക്സിൻ്റെ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രം കമത്തിയാൽ പോലും പോരാത്ത രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സെയിം ബ്ലേഡിൽ തന്നെ നമുക്ക് എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മുട്ടയുടെ മഞ്ഞയ്ക്കാണ് ഏറ്റവും കൂടുതൽ മുട്ടയുടെ സ്മെല്ല് വരുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര, നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ബീറ്റ് ചെയ്യൽ നിർത്താൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരില്ല. നന്നായിട്ട് നമ്മുടെ പഞ്ചസാര അതിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവണം. അപ്പോൾ അതും ഇതുപോലെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്ത് നമ്മളിതാ ഇതുപോലെ കളറൊക്കെ മാറി ഒരു വെള്ള കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണത് വരെ മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മുടെ മൈദപ്പൊടിയുള്ള മിക്സും അതുപോലെ തന്നെ കുറച്ച് എഗ്ഗ് വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും കുറേശ്ശെ വെച്ചിട്ട് ഇട്ടിട്ട് വേണം നല്ല സ്ലോലി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഒരു സോഫ്റ്റ് നമ്മുടെ കേക്കിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബീറ്റർ യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ള ഫോൾഡ് മെത്തേഡിൽ നമ്മൾ നമ്മുടെ ഈ മൈദയുടെ മിക്സ് ആക്കിയെടുക്കുന്നത്. അതിലേക്ക് തന്നെ ഒരു 1.5 ടീസ്പൂണോളം ചൂടുള്ള പാൽ, അതായത് ചൂട് വേണ്ട പക്ഷെ തണുപ്പ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നിലേക്ക് അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു വട്ടപാത്രത്തിലാണ് ഞാൻ ഇന്ന് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ നമ്മുടെ കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 35 മുതൽ 40 മിനിറ്റ് വരെയും വേണം. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം മാത്രം നിങ്ങൾ ലെയർ ചെയ്ത് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് ചൂടാറിയ ശേഷം ലെയർ ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ ലെയർ ചെയ്ത് ഇതുപോലെ. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ പാത്രവും അതെടുക്കുന്ന കപ്പും ഒക്കെ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തികച്ചെടുത്തിട്ടില്ല, അത്രയും വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റായി കൊടുക്കണം. നല്ല സ്റ്റിഫാവണ വരെയും ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത്, അതായത് ഇളക്കിയ ശേഷം തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രീം സ്റ്റിഫായി കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ടും അതിനുശേഷം നല്ല ഹൈ സ്പീഡിലിട്ടിട്ടും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തെന്നിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണേ. അതിനുശേഷം നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ പഞ്ചസാരയും 1 കപ്പ്, അതായത് 1 കപ്പ് വെള്ളത്തിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ചേർത്ത് ഫസ്റ്റ് ലെയർ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ചിലപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ, അങ്ങനെ ചെയ്യാം. അതിനുശേഷം കുറച്ച് ചെറി കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ മേലെ വിതറി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ലെയറുകളിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും നമുക്ക് വെച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 3 ലെയറും വെച്ചിട്ട് ഏകദേശം ഫുള്ള് കോട്ട് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഫൈനൽ കോട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്റ്റാർ നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ പൂക്കളായിട്ട് നമുക്കിതിൻ്റെ സൈഡ്സിൽ, അതായത് ഫസ്റ്റ് ടോപ്പ് ഭാഗത്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സാധാരണ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്, ആയിരിക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലിൽ. അപ്പോൾ നമ്മളിതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് സൈഡ്സിലായിട്ട് എനിക്കിങ്ങനെ ഒരു വേലി പോലെ കിട്ടുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെറിയൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് ഡബിൾ ബോയിലിംഗ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പാത്രത്തിൽ വെള്ളം പാടില്ല. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് മെൽറ്റായിട്ട് വരില്ല, ചോക്ലേറ്റ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മളിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലൊക്കെ ഇതിലേക്ക് വരച്ചു കൊടുക്കാം. ഞാനപ്പോൾ ഇതുപോലെ വെറുതെ ഇങ്ങനെ നമ്മൾ കുത്തി വരച്ചിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ക്രീം ടൈറ്റായിട്ട് പോകും. അപ്പോൾ നമ്മുടെ കേക്ക് ഈ ഒരു സമയത്ത് ഫ്രിഡ്ജിലിരിക്കുവാണ്. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തൊരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം ഇതുപോലെ നമ്മുടെ കേക്കിലേക്ക് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് 1 ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കുക. നല്ലൊരു ലുക്കാണ് ഇങ്ങനെ ഒരു ബോർഡർ വരുമ്പോൾ കാണാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയും കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ദിവസം ഇരിക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് 1/2 kg കേക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആരും പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട, ബർത്ത്ഡേക്ക് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.